കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന അനേക ഉപമകൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒരു ഉപമയാണ്, ഒരിക്കൽ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ആ മനുഷ്യൻ അനേക വയലുകൾ തനിക്കുണ്ടായിരുന്നു. ആ വയലിൽ നിന്ന് വിളയുന്ന ധാന്യങ്ങൾ ശേഖരിക്കുന്ന ധാന്യപ്പുരകൾ, കളപ്പുരകൾ തനിക്ക് ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ തന്റെ വയലുകളിൽ നിന്ന് വിളയുന്ന ധാന്യങ്ങളെല്ലാം ആ കളപ്പുരയിൽ കൂട്ടിവെച്ചുകൊണ്ട് ആ മനുഷ്യൻ ഒരിക്കൽ തന്നോട് തന്നെ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു: എന്റെ കളപ്പുരകൾ ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി വയലുകളിൽ അനേക ധാന്യങ്ങൾ വിളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കളപ്പുര പോരാ, ഞാൻ അതിനെ ഇടിച്ച് പൊളിച്ച് വിശാലമായിട്ട് വലുതാക്കി അതിനെ പണിയുവാൻ ഇടയായിത്തീരും. എന്നിട്ട് വയലിൽ വിളഞ്ഞിരിക്കുന്ന സകല ധാന്യങ്ങളും ശേഖരിച്ച് ആ കളപ്പുരയിൽ കൂട്ടിവെക്കും. എന്നിട്ട് താൻ പറയുകയാണ്: തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ആ ഉപമയിൽ ഇപ്രകാരമാണ് പിന്നീട് നാം വായിക്കുന്നത്: ആ മനുഷ്യനോട് ദൈവം, മൂഢ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ എടുത്താൽ ഈ ഒരുക്കി വെച്ചത് ആർ അനുഭവിക്കും? എന്നിട്ട് പറയുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ആത്മാവിന്റെ വില മുഴുലോകത്തേക്കാൾ വിലയേറിയതാണ്. നമുക്കറിയാം, ലോകചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ലോകത്തെ കീഴ്വരിച്ച, ലോകരാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച അനേക മഹൽ വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ അനേക ചക്രവർത്തിമാരുണ്ട്. അതിലൊരാളാണ് മഹാനായ അലക്സാണ്ടർ. ലോകരാജ്യങ്ങളെയെല്ലാം തന്റെ ചെറിയ സൈന്യത്തെ കൊണ്ട് പിടിച്ചടക്കി മുൻപോട്ട് പോകുന്ന ഒരു സുപ്രഭാതത്തിൽ താൻ ഒരു ആമ്പൽ കുളത്തിൽ കുളിച്ചതിന്റെ പരിണിതഫലമായി പനി ബാധിച്ച് തന്റെ കിടക്കയിൽ കിടക്കുകയാണ്. കൊട്ടാര വൈദ്യന്മാരെ കൊണ്ട് താൻ അനേക ശുശ്രൂഷകൾ ചെയ്തു. തന്നെ സഹായിപ്പാൻ മറ്റ് ദാസന്മാര് അവിടെയുണ്ട്. എന്നാൽ കൊട്ടാര വൈദ്യന്മാരുടെ ചികിത്സ കൊണ്ടൊന്നും തന്റെ രോഗത്തിൽ നിന്ന് തനിക്ക് മുക്തി നേടുവാൻ കഴിയാതെ മരണത്തിന്റെ കരാളഹസ്തങ്ങൾ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയം മഹാനായ അലക്സാണ്ടറിന് ഒരു കാര്യം മനസ്സിലായി: എത്ര ചികിത്സിച്ചാലും ഈ രോഗം മാറത്തില്ല, ഞാൻ മരണത്തിന് വിധേയപ്പെട്ടേ പറ്റൂ. കാരണം ഓരോ ദിവസവും മരണം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ശാരീരികമായ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഠിനമായ ജ്വരം തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ തന്റെ കൊട്ടാര വൈദ്യന്മാരെയും തന്റെ പ്രജകളെയും തന്റെ ദാസന്മാരെയും എല്ലാം വിളിച്ചിട്ട് ആ മനുഷ്യൻ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു: ഞാൻ എൻ്റെ കൈക്കരുത്തുകൊണ്ട്, എൻ്റെ സൈന്യത്തെ കൊണ്ട് രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തി. പക്ഷെ ഇപ്പോൾ മരണത്തിന്റെ മുമ്പിൽ ഞാൻ നിസ്സഹായനാണ്. മരണം എന്നെ കീഴ്പ്പെടുത്തുവാൻ പോകുകയാണ്. പക്ഷേ ലോകം ഒരു കാര്യം അറിയണം, മറ്റൊന്നുമല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കിടത്തുന്ന പെട്ടി കൊട്ടാര വൈദ്യന്മാർ ചുമക്കുവാൻ ഇടയായിത്തീരണം. എന്റെ ബോഡി കൊണ്ടുപോകുന്ന വഴികളിൽ രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വിതറുവാൻ തന്നെ കിടത്തുന്ന പെട്ടിയുടെ രണ്ട് സൈഡും തുളച്ച്
തന്റെ കൈകൾ രണ്ടും പുറത്തേക്ക് ഇടണം. ഇങ്ങനെ വിവിധങ്ങളായ അഭ്യർത്ഥനകളാണ് ആ മരണക്കിടക്കയിൽ വെച്ച് മഹാനായ അലക്സാണ്ടർ ആവശ്യപ്പെടുവാനിടയായി തീർന്നത്. തന്റെ അവസാനത്തെ ആഗ്രഹമെന്നുള്ള നിലയിൽ കൊട്ടാര വൈദ്യന്മാരും പ്രജകളും ദാസന്മാരും ആ നിലകളിലാണ് തന്റെ അടക്ക ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ഇടയായി തീർന്നത്. എന്തുകൊണ്ടാണ് തന്നെ കിടത്തിയ ആ പെട്ടി കൊട്ടാര വൈദ്യന്മാർ ചുമക്കുവാൻ താൻ ആവശ്യപ്പെട്ടത്? ലോകമറിയണം, എത്ര ചികിത്സിച്ചാലും മരണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തിൽ നിന്ന് ഒരിക്കലും ഒരു ചികിത്സ കൊണ്ടും ഒരു വൈദ്യന്മാരുടെയും സഹായം കൊണ്ടും നിത്യമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മനുഷ്യന് സാധ്യമല്ല. മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് ജീവനോടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും കീഴ്പ്പെടുത്തുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ചില ആളുകളുടെ നെഞ്ചും വിരിച്ചുള്ള നടപ്പൊക്കെ കണ്ടാൽ ഞാനൊന്നും മരിക്കുന്നില്ല, ഞാൻ ഈ ഭൂമിയുള്ള കാലത്തോളം ജീവിക്കുമെന്നുള്ള ചങ്കൂറ്റത്തോടെയാണ് പലരും പോകുന്നത്. പക്ഷേ പ്രിയ സ്നേഹിത, അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ കഴിയുന്നില്ല എങ്കിൽ വെട്ടിയിട്ട വാഴപ്പിണ്ടി പോലെ ഞാനും നിങ്ങളും വീഴുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. മനുഷ്യൻ മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. ഞാനും നിങ്ങളും ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മഹാനായ അലക്സാണ്ടർ രണ്ടാമത് ആവശ്യപ്പെട്ടത് തന്റെ ബോഡി അടക്കുവാൻ കൊണ്ടുപോകുന്ന തെരുവീതികളിൽ സ്വർണവും രത്നങ്ങളും വഴിയിൽ വിതറിയിരിക്കണം. പ്രജകൾ ചോദിച്ചു, എന്തിനാണ് യജമാനനെ, എന്തിനാണ് ചക്രവർത്തി ഇങ്ങനെ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ലോകമറിയണം, ഞാൻ ഇതൊക്കെയും എന്റെ കൈക്കരുത്തുകൊണ്ട് വെട്ടിപ്പിടിച്ചു. തന്നെ കിടത്തിയ പെട്ടിയുടെ രണ്ട് സൈഡ് തുളച്ചിട്ടു. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാനിതൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകമറിയണം. പ്രിയ സ്നേഹിത, ഈ ലോകത്തിൽ സമ്പാദിക്കുന്ന സകല സമ്പാദ്യങ്ങളും ഇവിടെ ഇട്ടിട്ട് വേദപുസ്തകം പറയുന്നത് പോലെ നഗ്നനായി വന്നു നഗ്നനായി തന്നെ പോകേണ്ടി വരും. പ്രിയ സ്നേഹിത, താങ്കളുടെ സമ്പത്ത് കൊണ്ട് താങ്കളുടെ ജീവിതത്തെ നിത്യകാലം ഈ ഭൂമിയിൽ ചിലവഴിക്കാമെന്ന് ചിന്തിക്കരുത്. അനർത്ഥകാലത്ത് സമ്പത്ത് ഉപകരിക്കുന്നില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പറയുകയാണ്. സമ്പത്തൊന്നും അനർത്ഥകാലത്ത് ഉപകരിക്കത്തില്ലെന്ന് കേരളീയരായ നമ്മോട് ആരും പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കൽ ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും അഭിമുഖീകരിച്ച ജലപ്രളയം അതിന് നിഴല. ഒന്നല്ല, മാസങ്ങളോളം കഴിയുവാനുള്ളത് വീട്ടിലുണ്ടായിട്ടും ക്യൂ നിന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ക്യൂ നിന്ന് അതേ സമൂഹമാണ് ഞാനും നിങ്ങളും. പ്രിയ സ്നേഹിതരെ, സമ്പത്തൊന്നും നമുക്ക് നിത്യകാലം ഉപകരിക്കുന്നില്ല. അതൊക്കെ മരണം വരെ മാത്രമേ അനുഭവിപ്പാൻ കഴിയുകയുള്ളൂ. മരണശേഷം നമ്മുടെ മക്കൾ അനുഭവിക്കുമെന്ന് ആർക്കറിയാം? അതുകൊണ്ട് സമ്പത്തൊരിക്കലും നമുക്ക് നിത്യകാലം ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം വിട്ടിട്ട് ഞാനും നിങ്ങളും ഇവിടുന്ന് പോകേണ്ടി വരും. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നെട്ടോട്ടമോടി ആത്മാവിന്റെ നിത്യതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലുള്ള പലതും വെട്ടിപ്പിടിച്ച് അനുഭവിച്ച് ജീവിച്ചു മരിച്ചാലും വേദപുസ്തകം പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. എന്താ മരണാനന്തര ശേഷമുള്ള ന്യായവിധി എന്ന് പറയുന്നത്? ബൈബിൾ ഇപ്രകാരം പറയുന്നു,
ന്യായവിധി എന്നാൽ എന്തെന്ന് ചോദ്യത്തിന് ഉത്തരമായി ബൈബിൾ പറയുന്നത്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തെ സ്നേഹിക്കാതെ മനുഷ്യൻ ഇരുളിനെ സ്നേഹിക്കുകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. എന്താ വെളിച്ചം? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു എന്നുള്ളത് നിത്യസത്യമാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ, ആ യേശുക്രിസ്തുവിനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ചുകൊണ്ടോ ദൈവം സകല മാനവജാതിക്കും യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയ നിത്യരക്ഷയെ തള്ളിക്കളഞ്ഞ് ഇരുട്ടിന്റെ പ്രവർത്തികളായ പാപ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ, പ്രിയ സ്നേഹിത, എനിക്കും നിങ്ങൾക്കും ഒരു ന്യായവിധിയുണ്ടെന്ന് ബൈബിൾ അസന്നിഗ്ധമായി പറയുകയാണ്. ആരാ ന്യായം വിധിക്കുന്നത്? ബൈബിൾ പറയുന്നു, പിതാവായ ദൈവം ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി പുത്രനെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ആരാ പുത്രൻ? മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷമായത്, ഒരിക്കൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് മനുഷ്യനെ ശിക്ഷിപ്പാനല്ല, രക്ഷിപ്പാൻ വേണ്ടിയാണ്. അത് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ഒരിക്കൽ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ മോശയുടെ പ്രമാണം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് പറയുന്നത്. യേശുവിനോട് ചോദിച്ചു, നീ എന്തു പറയുന്നു? യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്, മൂത്തവർ തുടങ്ങി ഇളയവർ വരെയും കല്ല് താഴെയിട്ടിട്ട് പൊയ്ക്കളഞ്ഞു. എന്താ കാര്യമെന്നറിയാമോ? കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ആ സ്ത്രീയുടെ അടുക്കൽ പോയി വ്യഭിചാരം ചെയ്തവരാണ് ഇപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറയുന്നത് ഇവൾ വ്യഭിചാരം ചെയ്തു. പക്ഷെ യേശുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം അവളെ എറിയുവാൻ കൊണ്ടുവന്ന കല്ല് താഴെയിട്ടിട്ട് പോയി കളഞ്ഞു. യേശു നിലത്തെഴുതിക്കൊണ്ടിരിക്കെ യേശു മുകളിലേക്ക് അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇപ്രകാരം ചോദിച്ചു, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലയോ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ, ആരും എന്നെ വിധിച്ചില്ല. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. അങ്ങനെ മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി, ശിക്ഷിപ്പാനല്ല, രക്ഷിപ്പാൻ വേണ്ടി യേശു ഒരിക്കൽ മറിയയുടെ ഉദരത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുവാൻ ഇടയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. മനുഷ്യന്റെ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടി 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ സകല പാപഭാരവും ക്രൂശിൽ അവൻ ഏറ്റെടുപ്പാനിടയായി തീർന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ യേശുവിൽ വിശ്വസിച്ചാൽ മരണാനന്തര ശേഷമുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഇടയായിത്തീരും. പക്ഷേ ഈ സന്ദേശം കേട്ടിട്ടും ഇതേതോ മതപരിവർത്തനമെന്ന് വിധി എഴുതിക്കൊണ്ട്, പ്രിയ സ്നേഹിത, താങ്കളുടെ ആത്മാവിന്റെ രക്ഷ തള്ളിക്കളഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ശിക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. പ്രിയ സ്നേഹിതരെ, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാപവഴികളെ ഉപേക്ഷിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ ഏറ്റുപറഞ്ഞാൽ അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ഇടയായിത്തീരും. അല്ല,
ഈ സന്ദേശം കേട്ടിട്ടും പാപത്തിൽ തുടർന്ന് ജീവിച്ചു മരിച്ചാൽ, പ്രിയ സ്നേഹിത, തങ്ങൾക്ക് പിന്നെ ശേഷിക്കുന്നത് ഒരു ന്യായവിധിയാണ്. ആ ന്യായവിധിയിൽ കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നത്. പ്രിയ സ്നേഹിതരെ, യേശു ഒരു മതസ്ഥാപകനല്ല. യേശു ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെ ദൈവമല്ല. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശുവെന്ന് പേർ വിളിക്കണം. യേശുവെന്ന വാക്കിനർത്ഥം രക്ഷകനെന്നാണ്. പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, അസമാധാനത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, ജീവിതത്തിന്റെ ഏത് തകർച്ചയിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ ഒരേ ഒരു നാമമേ ലോകത്തിലുള്ളൂ. അത് യേശുക്രിസ്തുവെന്ന നാമമാണ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്: മറ്റൊരുത്തനിലും മറ്റൊന്നിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ആ യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ഏത് ജാതി മതവിഭാഗത്തിൽ പിറന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, യേശു താങ്കളെ സ്നേഹിക്കുന്നു. ആ യേശുവിലേക്ക് നിങ്ങൾ അടുത്തു വന്നാൽ നിങ്ങൾ ഇതുവരെയും അനുഭവിക്കാത്ത ദൈവിക സമാധാനം നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്ത പാപഭാരം നിങ്ങളെ കീഴ്പ്പെടുത്തി മനസാക്ഷിയുടെ ആക്ഷേപം പേറിയാണ് നിങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ, നിങ്ങളുടെ എത്ര കടിച്ചുവപ്പായ ലംഘനങ്ങളെയും യേശുവിന്റെ നിയമരക്തത്താൽ ശുദ്ധീകരിച്ച് നിങ്ങളെ വിശുദ്ധീകരിപ്പാൻ യേശു മതിയായവനാണ്. ആ യേശുവിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.